സാന്നിധ്യം കൊണ്ട് ഈ ഭൂമിയെ ഇവിടെ പവിത്രമാക്കുന്ന മഹാഗുരുനാഥന്മാർക്ക് അഗ്രപൂജ. ദർശനകലാനിധി പരീക്ഷിച്ച് തമ്പുരാൻ തുടങ്ങിയ ഒരു പരമ്പരയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇങ്ങേ അറ്റത്തെ ആളുകളായിട്ട് കുറേ പേര് ഇവിടെ വേദിയിലും സദസ്സിലും ഉണ്ട്. ഇതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആൾ പ്രൊഫസർ KG പൗലോസ് മാഷാണ്. ജനിച്ചപ്പോൾ മുതൽ പരിചയമുണ്ട് എന്ന് പറയാവുന്ന ഒരവസ്ഥ. അദ്ദേഹത്തിന് ഞാൻ ആദ്യ പ്രണാമം അർപ്പിക്കുന്നു. ഈ മഹാസ്ഥാപനത്തിൻ്റെ വേര് തൊട്ട് ശുശ്രൂഷ തുടങ്ങി ഇന്നത്തെ ഫലപുഷ്ടിയിൽ അതിനെ എത്തിക്കാൻ സഹായിച്ച ഒറ്റയാൾ പട്ടാളം എന്ന് വരെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനാണ് ആദ്യമായി നമസ്കാരം. അദ്ദേഹത്തിൻ്റെ പുറകെയും ഒപ്പവും വന്ന എല്ലാ ഗുരു ശ്രേഷ്ഠന്മാർക്കും തുടർന്ന് നമസ്കാരത്തിൻ്റെ ഉച്ചണ്ടകൾ. ഇവിടെ സന്നിഹിതരായ എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വന്ദനം. അവർക്ക് ആശീർവാദം, അവർക്ക് വേണ്ടി പ്രാർത്ഥനയും. ഇത്രയുമാണ് ആമുഖമായി എനിക്ക് വന്ദന രൂപത്തിൽ പറയാനുള്ളത്. ശാരീരികമായി അല്പം ആവശ്യതയുണ്ട്. ഇന്ന് ഒരല്പം പ്രത്യേകിച്ചും ഉള്ളതുകൊണ്ട് നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് വന്നിട്ടില്ലാത്ത ഇരുത്തം വന്നു എന്ന് ഭാവിച്ച് ഞാനിവിടെ ഇങ്ങനെ ഇരിക്കാൻ മുതിർന്നതാണ്. ക്ഷമിക്കണം. ഇവിടെ ആരുടെയും മുൻപിലിരിക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഔപചാരികമായി വേദഭാഷ പഠിച്ച ഒരാളല്ല ഞാൻ. അനൗപചാരികമായിട്ടാണ് പഠിച്ചത്. പണ്ടത്തെ കാലത്തെ പഠിത്തമാണ്. മുത്തച്ഛൻ്റെ മുമ്പിലാണ് ആദ്യത്തെ ശിഷ്യത്വം. എൻ്റെ കൂടെ 5-8 പേർ ആ കൊല്ലം പുതുതായി ചേർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ മുന്നിലിരുത്തി പൂവൊക്കെ കോലായിൽ അദ്ദേഹവും ഇരുന്നിട്ട് ആദ്യം ഗുരു വന്ദനം പറഞ്ഞു തന്നു. എന്നിട്ട് തുടങ്ങുകയല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് ഞങ്ങൾ പറഞ്ഞില്ല, ധൈര്യമില്ല പറയാൻ. എന്നിട്ട് അദ്ദേഹം ഒരു അനുഷ്ഠുപ്പ് ശ്ലോകം ചൊല്ലി, ശ്രീരാമോദനത്തിലെ ആദ്യത്തെ ശ്ലോകം. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കാ ഇത് ചൊല്ലാൻ കഴിയുക? ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാര്യം 8 അക്ഷരമേ ഉള്ളൂ, 4 പാതേ ഉള്ളൂ. പക്ഷേ ആദ്യം കേട്ടിട്ടൊന്നും അത് മനഃപ്പാഠം തോന്നിയില്ല, ആർക്കും തോന്നിയില്ല. ആട്ടെ സാരില്ല, ഒന്നും കൂടി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ചൊല്ലി. അപ്പോഴും പറ്റണില്ല. ഒരു 3-4 പ്രാവശ്യമായപ്പോൾ എനിക്ക് കഷ്ടി ഒപ്പിക്കാറായി. ഞാനിത് ചൊല്ലി തപ്പിപ്പിടിച്ച് ചൊല്ലി ഉണ്ടാക്കിയപ്പോഴേക്കും അതുകൂടി കേട്ടപ്പോൾ മറ്റൊരാളെ കൂടി ചൊല്ലി. അങ്ങനെ 8 ആളിലെ 7 ആളും ചൊല്ലി. അവസാനത്തെ ആൾക്ക് ഈ 8, 3, 11 തവണ കേട്ടിട്ടും അത് ചൊല്ലാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതേ കുഞ്ഞുകുട്ടന് ഇനി നാളെ വരണമെന്നില്ല. ശരിയാണ്. ഈ ഒരു പഠിത്തമാണ് പിന്നീട് 8 കൊല്ലം തുടർന്നത്. ആ പഠിത്തത്തിൽ എന്തൊക്കെയുണ്ട് എന്നിപ്പോൾ എനിക്ക് ഓർക്കാൻ പോലും കഴിയാത്ത അത്ര ഏറെ ഉണ്ട്. പക്ഷേ അത് മുഴുവൻ ഇങ്ങനെ ഒരു സിലബസായിട്ടോ പദ്ധതിയായിട്ടോ ഒന്നും ആയിരുന്നില്ല. ഗ്രന്ഥങ്ങളുടെ അകമ്പടിയോടുകൂടിയും ആയിരുന്നില്ല. പഠിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം അത് കാണാതെ പഠിക്കുക, പിന്നെ ബാക്കിയൊക്കെ പഠിക്കുക, അങ്ങനെയാണ് അർത്ഥം. അല്ലാതെ അതിനെക്കുറിച്ച് പഠിക്കുക അല്ല. അതുകൊണ്ട് 2 കാര്യമുണ്ട്. ഓരോ ദിവസം ചെല്ലുമ്പോഴും
ആ പ്രത്യേകമായ വിഭാഗത്തിൽപ്പെട്ട അന്ന് വരെ പഠിച്ചതൊക്കെ പാടണം, ചൊല്ലണം. ഒരു തമാശ എന്താ വെച്ചാൽ ഈ അനുഷ്ഠുപ്പ് ശ്ലോകം ഒരു 5-8 ഇങ്ങനെ പഠിപ്പിച്ചു. എന്നിട്ട് ഒരു ദിവസം ചെന്നപ്പോൾ ആദ്യത്തെ ശ്ലോകം അദ്ദേഹം അവിടെ ചൊല്ലി. എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കാ ഇതിൻ്റെ അർത്ഥം പറയാൻ പറ്റുക? ആർക്കും അറിയില്ല, അർത്ഥം അറിയില്ല. അപ്പോൾ അദ്ദേഹം അതിൻ്റെ പദം ഒക്കെ വിഗ്രഹിച്ച് അർത്ഥം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ ആർക്കാ പറയാൻ പറ്റുക? അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ഞങ്ങൾക്ക് ചിലർക്കൊക്കെ പറയാൻ പറ്റും. അങ്ങനെ 2-3 ദിവസം കൊണ്ട് 3 ശ്ലോകങ്ങൾ അദ്ദേഹം വിഗ്രഹിച്ച് അർത്ഥം പറഞ്ഞതാണ്. 4-ാമത്തെ ദിവസം അദ്ദേഹം ഒരു ശ്ലോകം, 4-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കാ അത് പറയാൻ പറ്റുക? വിഗ്രഹിച്ച് പറയാൻ പറ്റുക? വിഗ്രഹിച്ച് പറയണമെങ്കിൽ ഞങ്ങൾക്ക് അതിന് കഴിയില്ല. പക്ഷെ ഞങ്ങൾ ശ്രമിക്കാതിരുന്നില്ല. അങ്ങനെ ശ്രമിച്ചു നോക്കുമ്പോൾ പിന്നെ ഒരു അത്ഭുതം മനസ്സിലായത്, ഒരു 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അദ്ദേഹം പറയാതെ കഴിയുന്നുണ്ട് എന്നതാണ്. അങ്ങനെയാണ് ഈ പഠിത്തം മുന്നോട്ട് പോയത്. അതിലൊരു തമാശയുള്ളത്, 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ കാവ്യം വരെയൊക്കെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയോട് പറഞ്ഞു, ഇനി നീ വേണമെന്നില്ല, നിനക്ക് വേണമെങ്കിൽ സ്വയം ചെയ്താൽ മതി, ഇത്ര മതി. അങ്ങനെ ഈ കുട്ടികൾ ഓരോരുത്തരായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് പിരിഞ്ഞു പോയി. അവസാനം ഞങ്ങൾ 2 പേര് മാത്രമായി, ഞാനും അയൽ വീട്ടിലെ ഒരു സത്യഭാമയും. ആ കുട്ടി ഇപ്പോൾ ഇല്ല. അവരൊരു 10-14 വയസ്സുകാലത്ത് ലോകം വെടിഞ്ഞു പോയി എന്നുള്ളതുകൊണ്ട് അവരെന്ത് ചെയ്യുമായിരുന്നു ഈ ലോകത്തിന് എന്ന് എനിക്കറിയില്ല. ഏതായാലും അവരിന്നില്ല. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അവരുടെ ആത്മാവിന് വേണ്ടി കൂടി ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട്. ഇങ്ങനെയാണ് ഞാൻ ഈ സംസ്കൃത ഭാഷയും അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രങ്ങളുമൊക്കെ പഠിച്ചത്. കോളേജിൽ പോയി, സ്കൂളിൽ പോയി മുറ പോലെ പഠിച്ചതാണ് ഫിസിക്സും കെമിസ്ട്രിയും മാത്തമാറ്റിക്സും അപ്ലൈഡ് ഫിസിക്സും ക്വാണ്ടം ഫിസിക്സും ഒക്കെ. അത് പക്ഷേ ഇങ്ങനെയുള്ള പഠിത്തമായിരുന്നില്ല. കൃത്യമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഇന്ന വിഷയങ്ങൾ ഇന്ന രീതികളിൽ ഇന്ന ക്രമത്തിൽ പഠിക്കുക എന്ന സമ്പ്രദായം അനുസരിച്ച് ആയിരുന്നു. അപ്പോൾ ഫിസിക്സ് പഠിക്കാൻ ആവശ്യമുള്ള മാത്തമാറ്റിക്സ് പഠിക്കുക, മാത്തമാറ്റിക്സ് പഠിച്ചാൽ അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഫിസിക്സ് ഒക്കെ പഠിക്കുക, അതിൻ്റെ അരികു പിടിച്ചു പോയി മനസ്സിലാക്കാൻ കഴിയുന്ന കെമിസ്ട്രി ഒക്കെ പഠിക്കുക. ഇങ്ങനെയൊക്കെ ആയിരുന്നു പഠനം. പക്ഷെ അപ്പോഴും അത് ജീവശാസ്ത്രങ്ങളോട് ഒട്ടും അടുത്ത് ചെന്നില്ല. വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒരു ശാസ്ത്രം തന്നെയാണ് എന്ന് എങ്ങനെയോ എനിക്ക് മനസ്സിലാവുന്നത്. നമുക്കറിയാം, ഒരു പ്രൊഫസർ, വിഖ്യാതനായ ഒരു പ്രൊഫസർ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആകെ ഒരു സയൻസേ ഉള്ളൂ എന്നാണ്. ഒരു സയൻസേ ഉള്ളൂ, അത് ഫിസിക്സാണ്, മാത്തമാറ്റിക്കൽ ഫിസിക്സാണ്. എന്താണെന്ന് വെച്ചാൽ ബയോളജിയുടെ എല്ലാ നിയമങ്ങളും കെമിസ്ട്രിയുടെ നിയമങ്ങൾ കൊണ്ട് നിഷ്പാദിപ്പിക്കാം. ബയോളജിയുടെ എല്ലാ നിയമങ്ങളും കെമിസ്ട്രിയുടെ നിയമങ്ങൾ കൊണ്ട് നിഷ്പാദിപ്പിക്കാം. കെമിസ്ട്രിയുടെ എല്ലാ നിയമങ്ങളും ഫിസിക്സിൻ്റെ നിയമങ്ങൾ കൊണ്ട് നിഷ്പാദിപ്പിക്കാം. അതുകൊണ്ട് ആത്യന്തികമായി ഈ പറയുന്ന പദാർത്ഥശാസ്ത്രം എന്നത്, അഥവാ ശക്തിശാസ്ത്രം എന്നത് ഫിസിക്സ് മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫിസിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ നിൽക്കുന്ന മാത്തമാറ്റിക്കൽ ഫിസിക്സ്, ഇത് രണ്ടുമാണ്. അപ്പോൾ ഒരു സയൻസേ ഉള്ളൂ എന്നർത്ഥം. ആകെ എത്ര സയൻസ് ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ കോളേജിൽ പോകുന്നവർ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് ഉണ്ടാക്കുന്നവർ, പാഠ്യപദ്ധതി ഉണ്ടാക്കുന്നവരൊക്കെ ഒരു 1008 സയൻസുകൾ പറയും. ഈ സയൻസൊക്കെ വേറെയാണ്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻ്റലായിട്ട് പഠിക്കുന്ന ആളുകൾക്ക്, അറ്റോമിക് ഫിസിക്സ് പഠിച്ച ആൾക്ക് ക്വാണ്ടം ഫിസിക്സ് അറിയില്ല. ഈ ക്വാണ്ടം ഫിസിക്സ് പഠിച്ച ആൾക്ക് തന്നെ ക്വാണ്ടം ഡൈനാമിക്സ് അറിയില്ല, ക്വാണ്ടം ലോജിസ്റ്റിക്സ് മാത്രമേ അറിയില്ല.
എല്ലാ സയൻസിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ. ഇപ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോയാൽ അയാൾ ചെവിയുടെ ഏത് ദ്വാരത്തിൻ്റെ ഡോക്ടറാണ് എന്ന് ചോദിക്കും. അത്രയും സയൻസുകളുണ്ട് നമുക്ക് ആ ഒരു സയൻസിൽ മാത്രം. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാം വേറെ 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 ആയിട്ട് ഒരു വിവരവും പൂർണ്ണമായി ആർക്കും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു നമ്മുടെ സയൻസ് പഠനം. അതുപോലെ തന്നെയാണ് നമ്മുടെ ദാർശനിക പഠനം. ഒന്ന് പഠിച്ച ആൾക്ക് വേറെ ഒന്നും അറിയില്ല എന്ന് മാത്രമല്ല, അതിനോട് അല്പം പരിഭവവും ചിലപ്പോൾ ഒത്തിരി ഈർഷ്യയും ഒക്കെ കൂടി ഉണ്ടാവുകയും ചെയ്യും. കാവ്യം പഠിച്ച ആൾക്ക് വ്യാകരണം വേണ്ട, ഞാൻ പഠിക്കില്ല എന്ന് പറയുന്ന കൊടുത്തിട്ടുണ്ട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അലങ്കാരം പഠിച്ച ആൾക്ക് വൃത്തം വേണ്ട എന്ന് പറഞ്ഞതുപോലെ ഓരോ കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ട് ഇതിൻ്റെ ആകത്തുകയെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അത് ഏത് സയൻസ് പഠിച്ച കൂട്ടരായാലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തമായിട്ട് അറിയാൻ കഴിയാത്ത ആൾക്ക് സത്യത്തിൽ ഒന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ നമ്മുടെ ആളുകളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ധാരാളമായി പഠിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒന്നും അറിയാത്തവരുടെ സംഖ്യ പെരുകി പെരുകി വരുന്നു എന്ന് സാരം. സ്വസ്ഥമായി സ്വതന്ത്രമായി വിട്ടാൽ അവരെ കൊണ്ട് ഈ ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവർക്ക് അറിയാവുന്ന കാര്യം ആകെ ഏത് തെങ്ങിൻ്റെ ഏത് കൊട്ട ഏത് ഭാഗത്തേക്ക് നിൽക്കുന്നതിൻ്റെ മുകളിൽ എത്ര ചെള്ള് കടിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ്, വേറൊന്നും അറിയില്ല. ഒരു പശുവിനെ അഴിച്ച് മാറ്റിക്കെട്ടാൻ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്നർത്ഥം. ഒരു കാര്യം മനസ്സിലാവില്ല. മാത്രമല്ല വേറൊരു കുഴപ്പം വന്നിട്ടുള്ളത്, നമ്മൾ ഈ സയൻസ് എന്ന വാക്ക്, സയൻസ് എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്കല്ല അത്, പക്ഷെ ഇംഗ്ലീഷാണെന്നാണ് നമ്മുടെ വിചാരം. ആ വാക്ക് നമ്മൾ മലയാളത്തിലെ പരിഭാഷപ്പെടുത്തിയപ്പോൾ എന്താ പരിഭാഷ? ശാസ്ത്രം എന്നാണ് പരിഭാഷ. ആണോ? ഇത് തോന്നും ആ സയൻസാണ് ഈ ശാസ്ത്രം. തസ്മാത് ശാസ്ത്രം പ്രമാണം ദേ കാര്യകാര്യം വ്യവസ്ഥിതാവും എന്ന് ഗീത പറയുന്ന ശാസ്ത്രം ആണോ ഈ ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്? ഇത് വാസ്തവത്തിൽ രണ്ട് സാധനമാണ്. അതിൻ്റെ രീതി രണ്ടാണ്, ലക്ഷ്യം രണ്ടാണ്, മുറ രണ്ടാണ്, പ്രവൃത്തി പദ്ധതി രണ്ടാണ്, എല്ലാം രണ്ടാണ്, വെവ്വേറെയാണ്. അബദ്ധം കൊണ്ട് പറ്റിപ്പോയ ഒരു കാര്യമാണ് ഇത്. സയൻസ് എന്ന് പറയുന്നത് നിരീക്ഷണത്തിൽ നിന്ന് ന്യായത്തിലൂടെ പോയി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന തീരുമാനമാണ്, സാമാന്യവൽക്കരണമാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. വേറെ അതിനൊരു വഴിയില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ധാരണയിൽ നിന്ന് ന്യായത്തിലൂടെ നമ്മൾ സാധാരണ ലോകത്തിലെ ചര്യകളെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് അതിൻ്റെ സ്ഥിരീകരണം. നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ എല്ലാ വസ്തുക്കളും എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നു, എവിടെ നോക്കിയാലും. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും എല്ലാ പദാർത്ഥങ്ങളെയും ആകർഷിക്കുന്നു. അതാണ് സയൻസിൻ്റെ ഒരു രീതി. മറ്റത് അങ്ങനെയല്ല. മറ്റത് ആദ്യം ഒരു പ്രപ്പോസിഷൻ അവതരിപ്പിക്കുകയാണ്. ഈശാവാസ്യവിധം സർവം എന്നാര് പറഞ്ഞു എന്ന് ആ ബോധ്യമുണ്ടായ, ആ വെളിപാടുണ്ടായ, അറിവുണ്ടായ ഋഷി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം? തേന മുന്നേല മാകൃത, ഓരോന്ന് ഫോളോ ചെയ്യുക. ആദ്യം ഒരു അസംഷനാണ്, ഒരു പ്രൊപ്പോസിഷനാണ്, അഥവാ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്റ്റാണ്. പിന്നെ ഡെറിവേഷനാണ്. സയൻസിന് അങ്ങനെയല്ല. ആദ്യം ഡെറിവേഷൻസ് ആണ്, പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് കൺക്ലൂഷൻസ് ആണ്, കൺഫർമേഷൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് രണ്ടും കൂടി പരസ്പരം ചേർന്ന് പോകേണ്ട ഒരു വ്യവസ്ഥിതിയാണ് ലോജിക് ആയിട്ട്. അതങ്ങനെ ചേരാത്തത് കൊണ്ടും ആ വ്യവസ്ഥിതിക്ക് തമ്മിൽ പൊരുത്തം വരാത്തത് കൊണ്ടും
എന്തൊക്കെ പൊരുത്തക്കേടുണ്ടായിട്ടുണ്ട് നോക്കൂ. നമ്മൾ സയൻസിൽ ജീവൻ മനുഷ്യൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ വളർച്ചയിൽ ഒരു ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ആദ്യം ഒന്നുമില്ല, പിന്നെ പദാർത്ഥമുണ്ടായി, അങ്ങനെ വന്ന അവസാനമാകുമ്പോൾ മാറ്റമുണ്ടായി, മോളിക്യൂളുണ്ടായി, മാക്രോ മോളിക്യൂളുണ്ടായി, ബയോ മോളിക്യൂളുണ്ടായി. അത് കഴിഞ്ഞ് വ്യത്യസ്ത ജീവി ഉണ്ടായി. അത് സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങുന്ന അവസ്ഥയിലാണ് ജീവൻ ഉണ്ടായി എന്ന് പറയുന്നത്. മനസ്സിലായി? അതുവരെ പ്രപഞ്ചത്തിൽ ജീവനില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ജീവൻ എപ്പോൾ എവിടുന്ന് ഉണ്ടായി എന്ന ചോദ്യത്തിന് ഒരു ചോദ്യത്തിനേ ഉത്തരമുള്ളൂ. എപ്പോൾ ഉണ്ടായി എന്നവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടുന്ന് ഉണ്ടായി എന്ന ചോദ്യത്തിന് ഒരു വെളിപാടും ഇല്ല. അതുകൊണ്ട് ജീവൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് സയൻസിന് ഒന്നും തന്നെ അറിയില്ല. തന്നെയല്ല, ആദ്യത്തെ ഒരു ഉരുവം അതെങ്ങനെ ഉണ്ടായി എന്നും അറിയില്ല. എന്ന് തൊട്ടാണ് പ്രപഞ്ചം ഉണ്ടായത് എന്ന് ഇപ്പോഴും അറിയില്ല. ഇത് മാത്രമല്ല, ഇത് എവിടെ പോയി അവസാനിക്കും എന്നും നിശ്ചയമില്ല. അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമുക്ക് നാളെ ഒരു കാര്യം ചെയ്ത് അവസാനിപ്പിക്കണമെങ്കിൽ അതിൻ്റെ എൻഡ് എന്താണ് എന്നും അറിയില്ല. ആദ്യം അന്തവും അറിയാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ് ഇത്. സമയം എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കറിയില്ല. പ്രത്യക്ഷത്തിൽ നമുക്കൊരു സമയമുണ്ട്. ഉദയത്തിനും അസ്തമയത്തിനും ഇടയ്ക്കുള്ള സമയത്തെ നമ്മൾ വിഭജിച്ച് മണിക്കൂറാക്കി, മിനിറ്റാക്കി, സെക്കൻഡാക്കി എടുത്തിട്ട് ജീവിതത്തിൽ സമയം അനുഭവിക്കുന്നു. അതിനെ മാസമാക്കുന്നു, വർഷമാക്കുന്നു, അങ്ങനെ പെരുകി കൊണ്ടുപോകുന്നു. അങ്ങനെ വരുമ്പോൾ ഈ സമയം ഒരു തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ ഈ സമയം കാര്യമാണ് എന്ന് നമുക്ക് ഓർമ്മ വരുന്നേയില്ല. ഒരു ഉദയം ഒരു സംഭവം, ഒരു അസ്തമയം വേറൊരു സംഭവം. ഈ രണ്ട് സംഭവത്തിനിടയ്ക്കുള്ള ഇടവേളയാണ് നമ്മുടെ സമയത്തിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ നാളെ അഥവാ ഈ ഇടവേള അല്പം മാറിപ്പോയാൽ നമ്മുടെ സമയത്തിൻ്റെ അടിസ്ഥാനം മുഴുവൻ തെറ്റും. ആത്യന്തികമായ ഒരു സമയത്തെക്കുറിച്ച് സയൻസിന് ധാരണയില്ല. പ്രത്യക്ഷമായ സമയത്തെക്കുറിച്ച് മാത്രമേ ധാരണയുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ കുറേ കോൺസ്റ്റൻസ് ഉണ്ട് എന്നാണ് സയൻസ് പറയുന്നത്. ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് തുടങ്ങി ഉള്ള കോൺസ്റ്റൻറ്റുകൾ, അത് വെളിച്ചത്തിൻ്റെ വേഗം വരെ ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് നമ്മുടെ സിദ്ധാന്തം. ഇതൊക്കെ സ്ഥിരാങ്കങ്ങളാണ്. ആ വാക്കന്നെ ഉപയോഗിച്ച് തെറ്റായിപ്പോയി. കാരണം ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വാസ്തവത്തിൽ ഒരു സ്ഥിരതയും ഇല്ല. പ്രപഞ്ചത്തിലെ എല്ലാം നശിക്കുന്നതാണ് എന്ന് കാർൽ മാർക്സ് വരെ പറയുന്നു. നാശമില്ലാത്തത് ഒന്നുമില്ല. നാശമില്ലാത്തത് നാശം മാത്രമേ ഉള്ളൂ എന്നാണ് സിദ്ധാന്തം. അപ്പം അങ്ങനെ വരുമ്പോൾ നാശമില്ലാത്തത് ഒന്നുമില്ലാത്ത പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് കോൺസ്റ്റൻസ് വരിക? എന്നാൽ കോൺസ്റ്റൻസ് ഇല്ലെങ്കിൽ ന്യൂട്ടൺസ് കോൺസ്റ്റൻറ്റോ വെളിച്ചത്തിൻ്റെ വേഗത എന്ന അൾട്ടിമേറ്റ് വെലോസിറ്റി കോൺസ്റ്റൻറ്റോ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫിസിക്സിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളും പൊളിഞ്ഞു താഴെ പോകും. അപ്പോൾ അസ്ഥിരമായ പ്രപഞ്ചത്തിന് സ്ഥിരത ആരോപിച്ച് നമ്മൾ ഈ പ്രപഞ്ചത്തിനും നമുക്കും സ്ഥിരത ആരോപിച്ച് സന്തോഷിച്ച് സുഖമായി കഴിയുകയാണ്. ഇതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവണമെങ്കിൽ ഒരു വെള്ളപ്പൊക്കമോ ഒരു വലിയ പ്രളയമോ അല്ലെങ്കിൽ ഒരു വലിയ അഗ്നിബാധയോ ഭൂമി കുലുക്കോ ഒക്കെ ഉണ്ടാകണം. അപ്പോഴാണ് ഇവിടെ എന്തുമാത്രം സ്ഥിരതയുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവാം. അത് മാത്രമല്ല, നാളത്തെ കാര്യം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പ്രൊജക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ വ്യവസ്ഥിതിയുടെ സ്ഥിരതയെക്കുറിച്ച് നമുക്ക് നാളത്തേക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതുമല്ല, നമുക്കൊരു കാര്യവും പ്രവചിക്കാൻ പറ്റില്ല. സയൻസിലുള്ള പ്രവചനങ്ങൾ കണ്ടിട്ടില്ലേ? കാലാവസ്ഥ പ്രവചനമായാലും വേണ്ടില്ല, വേറെ എന്ത് പ്രവചനമായാലും വേണ്ടില്ല, അതെപ്പോഴെങ്കിലും
ശരിയാവാറുണ്ടോ? മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഇടയുണ്ട് എന്ന്. ഞാൻ ജോലി ചെയ്തിരുന്ന സൈസ്മോളജിക്കൽ ലബോറട്ടറി പൂനെയിലെ ഓൾ ഇന്ത്യ വെതർ ഓഫീസിൻ്റെ കോമ്പൗണ്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് വൈകുന്നേരം ഇറങ്ങി പുറത്ത് കിടന്ന് പോകുമ്പോൾ അവിടെയുള്ള ലോക്കൽ ആളുകൾ, മറാഠികൾ, അവർ മറാഠിയിൽ ചോദിക്കും, ഒരു മഴ പെയ്യുന്ന ദിവസമാണ്, കുടയില്ലാതെയാണ് പോകുന്നതെങ്കിൽ അവർ ചോദിക്കും, സിവിൽ ഓഫീസിലാണോ ജോലി? സിവിൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ വെതർ ഓഫീസാണ്. അവരുടെ കയ്യിൽ കുടയുണ്ടാവും മഴ പെയ്യുമ്പോൾ, ഞങ്ങളുടെ കയ്യിൽ കുടയുണ്ടാവില്ല. ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞാനും കൂടാറുണ്ടെങ്കിൽ T5 ഗ്രാം എന്ന് പറഞ്ഞിട്ട് ഈ വെതർ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള ഒരു ഫോർമുല ഉണ്ടാക്കണം. അതിനുവേണ്ടി അവരുടെ കൂടെ ഞാനും പോയി സഹായിക്കാനിരിക്കാറുണ്ട്. എനിക്ക് വൈകുന്നേരം പണിയൊന്നുമില്ല, എൻ്റെ സൈസ്മോഗ്രാഫി പണി രാവിലെ തീരും. പക്ഷെ ഇങ്ങനെ നോക്കിയാലും ഈ T5 ഗ്രാം എന്ന് പറയുന്ന പ്രഷർ ഏരിയ അല്ലെങ്കിൽ പ്രഷർ കൊണ്ടുപോകുക യോജിച്ച് കിട്ടില്ല. എന്താ കാര്യം വെച്ചാൽ പല ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഡാറ്റയാണ്. അത് അന്ന് ആ കാലത്ത് കമ്പിത്തപ്പാലായിട്ടാണ് വരിക. അത് എടുത്തയക്കുന്ന ആൾ പലപ്പോഴും അത് എടുക്കാൻ പോകാറില്ല. കാരണം ഇത് ഏൽപ്പിച്ചിരിക്കുന്നത് പോസ്റ്റ് ഓഫീസിലാണ്. പോസ്റ്റ് മാസ്റ്റർക്ക് ഒരുപാട് പണിയുണ്ടാവും. അപ്പോൾ അയാൾ അവിടെ ഇരുന്നിട്ട് അയാളുടെ ശിവായിയെ വെച്ച് ചോദിക്കും, ഇന്നത്തെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് പറയണോ? അപ്പോൾ ശിവായി ഈ സീല് കുത്തുന്നതിനിടയ്ക്ക് ടെമ്പറേച്ചറൊക്കെ ഇങ്ങനെ പറഞ്ഞുവിടും. അയാൾ അങ്ങോട്ട് ഒന്നും പോകാറില്ല. ഈ സ്റ്റീവൻസൺ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന വെതർ പാരാമീറ്റർ അളക്കുന്നതിടത്തേക്കൊന്നും പോകാറില്ല. ഈ ഡാറ്റയാണ് ഈ വരുന്നത്. ഇത് വെച്ചിട്ടാണ് ഈ പ്ലോട്ട് ചെയ്യുന്നത്. ഒരിക്കലും അത് കൃത്യമായ ഒരു പ്രവചനത്തിലെത്തില്ല. അവസാനം കഷ്ടത്തിലാവുമ്പോൾ രാത്രി 12 മണിക്ക് പത്രങ്ങൾക്ക് ന്യൂസ് കൊടുക്കും, നാളത്തെ കാലാവസ്ഥ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുമ്പോൾ ഒരു വിദ്യയുണ്ട്. അവിടെ ഇരിക്കുന്ന അവിടെയുള്ള ഏറ്റവും പ്രായം എന്ന ശിവായിയെ വിളിക്കും. ഒരു നാളെ എന്താ മഴ പെയ്യോ? അയാൾക്ക് അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ എടുത്തുകൊണ്ടിരാൻ പറയും. എന്നിട്ട് ഈ മാതൃഭൂമിയിലോ പത്രങ്ങളിലോ ഒക്കെ ഇരുന്നിട്ട് ഈ നക്ഷത്ര പോലെ എഴുതുന്നല്ലോ, ആ ആളുടെ രൂപത്തിൽ ഒരു വെതർ റിപ്പോർട്ട് ഉണ്ടാക്കി പത്രങ്ങൾക്ക് കൊടുക്കും. സുഖമായിട്ട് ഞങ്ങൾ പോയി കിടന്നു പോകും. അപ്പം അന്ന് തന്നെ എനിക്ക് തോന്നാൻ എന്തുകൊണ്ടാണ് കൃത്യമായ ഒരു പ്രവചനം ഈ കാര്യത്തിലല്ല ഒരു കാര്യത്തിലും സാധിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ്? ഒറ്റ കാര്യമാണ്. ഒരു കാര്യത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എല്ലാ അറിവുകളും ആ ഒരു ഇൻസ്റ്റൻ്റ് ഓഫ് ടൈമിൽ നമുക്കൊരിക്കലും കിട്ടില്ല. മനസ്സിലായോ? ഇപ്പോൾ ഉള്ള പരിസ്ഥിതിയെക്കുറിച്ച്, വ്യവസ്ഥിതിയെക്കുറിച്ച്, വിലകളെക്കുറിച്ച് ഒക്കെ കൃത്യമായ ഒരു അറിവ്, ഇപ്പോൾ ഉള്ള കൃത്യമായ അറിവ് ഈ നിമിഷത്തിൽ എല്ലാ ദിക്കിനും കൂടി നമുക്ക് കിട്ടുകയും അതൊക്കെ കൂടി ഏകോപിപ്പിച്ച് കണക്കാക്കാൻ നമുക്ക് കഴിയുകയും ചെയ്താലേ കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം സാധിക്കും. അത് ഭൂമിയിൽ അസാധ്യമാണ്. കാരണം അത്രയാണ് കാര്യകാരണങ്ങൾ, അത്രയാണ് ഇതിൻ്റെ വിസ്തീർണവും വ്യാപ്തവും ഒക്കെ. അതുകൊണ്ട് അജ്ഞതയാണ് എന്തിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും പറയാനും നമുക്കുള്ള കഴിവുകേടിൻ്റെ അടിത്തറ. ഈ അജ്ഞത അനുപേക്ഷണീയം കൂടിയാണ്. കാരണം ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ കമ്പ്യൂട്ടർ കൊണ്ടുവന്നാലും ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ കാര്യകാരണങ്ങളുടെയും നിജസ്ഥിതി ഒരു നിമിഷത്തിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഒരു കാര്യവും മനുഷ്യരായ നമുക്ക് നമ്മുടെ ഈ സാമാന്യ ബുദ്ധി വെച്ച് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല, അളക്കാൻ കഴിയില്ല, കൃത്യമായി പറയാൻ കഴിയില്ല, അനുഭവിക്കാൻ കഴിയില്ല, ഒന്നും കഴിയില്ല. ഒരു സാമാന്യ രൂപമാണ് നമുക്ക് കിട്ടുക എന്നർത്ഥം. ഈ സാമാന്യ രൂപം കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നത് ആലോചിച്ച് നോക്കും. നമ്മൾ ഈ ഭൂമിയെ മുഴുവൻ മാറ്റി തീർത്തിരിക്കുകയാണ് ഈ സാമാന്യ രൂപം കൊണ്ട്. അറിഞ്ഞേരത്തോളം കൊണ്ട് നമ്മൾ നമുക്കുള്ള ഭൗതിക സാഹചര്യങ്ങളെ മുഴുവനായിട്ട് മാറ്റിയിട്ട് ഈ മാറ്റിത്തീർത്ത വ്യവസ്ഥിതിക്ക് അനുസരിച്ചല്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്ന ഒരവസ്ഥ കൊണ്ടെത്തിച്ചു. കാര്യമൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. പണ്ടത്തെ ലോകമൊന്നുമല്ല, എല്ലാം മാറി
ഒരുപാട് പരിഷ്കാരങ്ങൾ, പുരോഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ ആണോ? സുഖമാണോ? പുരോഗതി ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. സുഖമാണോ എന്ന് ചോദിച്ചാൽ സുഖമാണ്. എൻ്റെ അച്ഛൻ ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശമ്പളം 3 രൂപയായിരുന്നു. 3 രൂപ. അതിൽ 2 രൂപയെ മാനേജർ നൽകും. ഈ 2 രൂപ കിട്ടണമെങ്കിൽ ഞായറാഴ്ച തോറും പോയി 8 അണ 9 പൈസ വീതം വാങ്ങണം. അച്ഛന് ഈ ശമ്പളത്തിൻ്റെ ഒരു ആവശ്യമാകുന്നത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ഈ ശമ്പളം കിട്ടിയിരുന്ന മറ്റുള്ളവർക്ക് ആ കാലത്ത് സാമാന്യം സുഖമായിട്ടാണ് ജീവിച്ചിരുന്നത്. കാരണം 1000 നാളികേരത്തിന് 5 രൂപയായിരുന്നു. ഒരു കാളവണ്ടി നെല്ലിന് 12 ചാക്ക് നെല്ലിന് 7 രൂപയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടുന്ന ആലോചിച്ചൊക്കെ അറിയാം. അതുകൊണ്ട് അത്ര തന്നെ ഒക്കുള്ളൂ. ഈ 12 ചാക്ക് നെല്ല് വാങ്ങാനേ ഉള്ളൂ. അത് അല്ലെങ്കിൽ ഈ പറയുന്ന 1000 തേങ്ങ വാങ്ങാൻ നിങ്ങളുടെ ശമ്പളം തികയില്ല. ഉറപ്പാണ് ആ കാര്യം, സംശയമൊന്നും വേണ്ട. അപ്പോൾ പുരോഗതി നമുക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാറുണ്ട്, എയറോപ്ലെയിനുണ്ട്, ബാക്കിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സ്വസ്ഥത എന്ന് പറയുന്നത്, സുഖം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വേണ്ടത്ര ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ടാക്കാൻ ഇത് ഒരളവ് വരെ തടസ്സമാണ്. എങ്ങനെയായാൽ നമുക്കത് വെറുതെ ആലോചിക്കാം. പക്ഷെ ഒരു സംഗതി എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഭൂമിയിലെ ഒരുപാട് ചിരന്തന ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മെഡിസിൻ എന്ന് പറയുന്നൊരു സംഗതി, ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന സംഗതി. ഇപ്പോൾ നമുക്ക് ഭൂമിയിലുള്ള ആർക്കും ആരോടും ഒരു 2 സെക്കൻഡ് കൊണ്ട് സംസാരിക്കാൻ കഴിയും. ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല കുറേ കാലം മുമ്പ്. കുറേ കാലം വേണ്ട, ഒരു 30 കൊല്ലം മുമ്പ്. ഇവിടുന്ന് എവിടേക്ക് പോകാനും ഏതാനും മണിക്കൂർ മതി. ഭൂമിയിലുള്ള ഏത് വിഭവവും എങ്ങനെയും സംസ്കരിച്ച് ഏതളവിലും ഭൂമിയിലെ മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാനും അത്രയും വലിയ ചരക്ക് വിമാനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി തീർന്നത് ഈ ഭൂമിയിൽ കാണുന്ന എല്ലാവിധ പുരോഗതി എന്ന് പറയാവുന്ന കാര്യങ്ങളും സയൻസ് എന്ന് പറയുന്ന ഒറ്റ സംഗതി കൊണ്ട് ഉണ്ടായതാണ്. അത് നേരത്തെ പറഞ്ഞ ദർശനങ്ങൾക്ക് ഒരു പങ്കും ഇല്ല. പക്ഷെ ആ ദർശനങ്ങൾക്ക് ഇതിൽ ഒരു പങ്കും ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചത് എന്താണ്? നമ്മുടെ ഈ ഔപചാരികമായ ഭൗതികമായ നേട്ടങ്ങൾ ഓരോന്നും ഉണ്ടായ മുറയ്ക്ക് ആദ്യമായി ഉപയോഗിക്കപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നു, ഹിംസയ്ക്ക് വേണ്ടിയായിരുന്നു. ഹിംസയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ടാണ് അതിനെപ്പറ്റി ആലോചിച്ചതും അത് കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചതും അതിനായി പ്രവർത്തിച്ചതും എന്നുള്ളതാണ് മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ പുറകിലുള്ള കാരണം. നമ്മൾ ഈ മരമൊക്കെ കുട്ടിക്കെട്ടി ഈ കടലിലൊക്കെ തുഴഞ്ഞു പിടിച്ച് അന്യ നാടുകളിലൊക്കെ പോയിട്ടാണ് ഒരുപാട് യുഗങ്ങളോളം ഭൂമിയിൽ സഞ്ചരിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ സയൻസ് മനസ്സിലായി, കാറ്റിൻ്റെ ഗതി മനസ്സിലായി, കടലിലെ ഒഴുക്കിൻ്റെ ഗതി നമ്മൾ നിരീക്ഷിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ആവിശക്തി കൊണ്ട് നമുക്ക് ഈ യന്ത്രം നടത്തി കടലിൽ കൂടെ പോകാം. പിന്നെ വളരെ പെട്ടെന്നായിരുന്നു. പക്ഷേ ഈ യന്ത്രം നടത്തി ആവിശക്തി കൊണ്ട് നടത്തിപ്പോയത് എന്തിനു വേണ്ടിയാണോ ചോദിച്ചാൽ ലോകം കാണാനോ അവിടെ ഉള്ളവരെ സന്തോഷിപ്പിക്കാനോ പരിചയപ്പെടാനോ ഒന്നുമല്ല. അവരെ തല്ലി കീഴടക്കി അവിടെ ഉള്ളതൊക്കെ കവർന്നെടുക്കാനാണ്. അതാണ് സത്യാവസ്ഥ. അപ്പോൾ അതിനുള്ള അവരവിടെ ചെന്നപ്പോൾ അവരുടെ കയ്യിൽ നല്ല വടിയും ഈ ചെല്ലുന്നവരെക്കാൾ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പലർക്കും ആഫ്രിക്കയിലൊക്കെ ചെല്ലുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് ചുമ്മാ അങ്ങനെ ചെല്ലാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു? അപ്പോഴാണ് കരിമരുന്ന് കണ്ടുപിടിച്ചത്. കരിമരുന്ന് കണ്ടുപിടിച്ചത് ചീനപ്പടക്കം ഉണ്ടാക്കാനല്ല, അത് ആളുകളെ വെടിവെച്ച് കൊല്ലാനായിരുന്നു ആദ്യമേ തന്നെ. അത് തുടർന്ന് പോരുകയാണ്. തുടർന്ന് പോന്നിട്ട് എല്ലാം അങ്ങനെയായിരുന്നു. വിമാനം ഉണ്ടാക്കിയപ്പോൾ ആദ്യം അത് ഉണ്ടായത് റൈറ്റ് സഹോദരന്മാർ പറന്നിട്ട് അത് പറക്കാനാവും എന്ന് തെളിയിക്കാനല്ല, അതിൽ കയറി അന്യനാട്ടിൽ പോയി വേണ്ടാധീനം കാണിക്കാനാണ്. അണുശക്തി ആദ്യം ഉണ്ടായപ്പോൾ നമുക്കത് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ക്യാൻസറിന് ചികിത്സിക്കാം എന്നല്ല കണക്കാക്കിയത്. അത് കൊണ്ടുപോയിട്ട്
മനുഷ്യന്മാരുടെ മണ്ടയിലിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ ജീവനോട് ചുട്ടുകൊല്ലാം എന്ന് കരുതി അത് ചെയ്തുകൊണ്ടാണ്. എന്നാൽ മനുഷ്യർക്ക്, ബുദ്ധിയുള്ള മനുഷ്യർക്ക് ഇത് തടയാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ പറ്റിയില്ല. ഹിരോഷിമയിൽ ഒരു ആഗസ്റ്റ് 6-ാം തീയതി, രണ്ടാം ലോകമായുധം അവസാനിച്ചതിന് ശേഷമാണ് കേട്ടോ, ആദ്യത്തെ ആറ്റം ബോംബ് കൊണ്ടുപോയിട്ടിട്ട് 77,000 ആളുകളെ പച്ചയ്ക്ക് ചുട്ടുകൊല്ലുകയും അതിൻ്റെ 10 ഇരട്ടി ആളുകളെ രോഗബാധിതരാക്കുകയും ചെയ്ത റേഡിയേഷൻ കൊണ്ട് ആ ബോംബ് കൊണ്ടുപോകരുത്, ഇടരുത്, ഉപയോഗിക്കരുത് എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ തുടങ്ങിയ മഹാശാസ്ത്രജ്ഞന്മാർ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനോട് മുട്ടുകാലിഴഞ്ഞിട്ട് കെഞ്ചി കേണ് കരഞ്ഞ് പറഞ്ഞതാണ്. ഒരു ഉപക്ഷേപവും അപേക്ഷയും എഴുതി കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഒപ്പിട്ട ഒരു മാസ് പെറ്റീഷൻ, ലോകത്തുള്ള എല്ലാ പ്രമുഖ ശാസ്ത്രജ്ഞന്മാരും ഒപ്പിട്ട ഒരു മാസ് പെറ്റീഷൻ ഒന്നാമത്തെ ഭരണാധികാരികൾക്ക് കൊടുത്തു. ഇത് നേരെ ചവിറ്റുകൊട്ടയുണ്ട്. എന്നിട്ട് ഈ ബോംബ് കൊണ്ട് പോയി അത് പ്രയോഗിച്ചു. പിന്നെ ഇത്രയും മനുഷ്യരെ പച്ചയ്ക്ക് ചുട്ടുപോകുന്ന ഈ ദുരന്തം നേരിൽ കണ്ടിട്ട് അനുഭവിച്ചിട്ട് അറിഞ്ഞിട്ട് പോലും അടുത്ത 3 ദിവസം കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ട് ഈ നാഗസാക്കിയിൽ അതിടുന്ന കാര്യത്തിൽ ഒരു ഉപേക്ഷയും അവർ വരുത്തിയില്ല. മനസ്സിലായോ? ഇനിയിപ്പോൾ ഹൈഡ്രജൻ ബോംബാണ്. ഹൈഡ്രജൻ ബോംബ് ബോംബായിട്ട് ഉണ്ടാക്കാനുള്ള വിദ്യ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഹൈഡ്രജൻ ബോംബ് വെച്ചിട്ട് ലോകത്തുള്ള എല്ലാ നഗരങ്ങളും നശിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ഇവിടെ വെച്ചത് ഈ ഭൂമിയിൽ കടലിൻ്റെ അടിയിൽ സൂക്ഷിച്ചു വെച്ചതൊന്നും പോരാഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് സാറ്റലൈറ്റിൽ വരെ കയറ്റി വയ്ക്കിയിരിക്കുകയാണ്. ഭൂമിയിലുള്ളതൊക്കെ ആരെങ്കിലും നശിപ്പിച്ചാൽ അതിനെ അവിടുന്ന് പ്രയോഗിക്കാം എന്നാണ് മനസ്സിലായത്. അത് പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടുന്ന് പ്രയോഗിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ ഈ സാധനങ്ങളും സാമഗ്രികളും നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിൽ ഭൂമി മുഴുവൻ മലിനമാക്കിയിരിക്കുകയാണ്. സയൻസ് ചെയ്ത ഒരു പണിയാണ്. ഇപ്പോൾ കടല് പൊങ്ങിക്കൊണ്ടിരിക്കണം, അന്തരീക്ഷത്തിൽ കാർബൺ ഒരുപാട് വർദ്ധിക്കണം, ഇവിടുത്തെ ശ്വസിക്കുന്ന വായു കുറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു 10-40 കൊല്ലം കഴിയുമ്പോഴേക്കും ഭൂമിയിൽ ഈ പോക്ക് പോയാൽ ഒരു ജീവജാലവും ശേഷിക്കില്ല എന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ അൾട്ടിമേറ്റം. ഇതിന് തടയിട്ടില്ലെങ്കിൽ 40 കൊല്ലം കഴിയുമ്പോൾ മനുഷ്യരല്ല, മറ്റു ജന്തുക്കളല്ല, ജീവി വർഗം പോലും ഒന്നും തന്നെ ഭൂമിയിൽ അവശേഷിക്കില്ല എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന് കടിഞ്ഞാൻ വീഴാതെ പറ്റില്ല എന്ന ബോധ്യം ലോക മനസ്സാക്ഷിയിലുണ്ട്. അവസാന കാലത്ത് അവർക്കും മനസ്സിലായിരിക്കണം, അതായത് ഈ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടുപോയി ഒരാൾക്ക് മനസ്സിലായിരിക്കണം അയാൾക്ക് ഈ ബോംബിൻ്റെ ഫലം പരോക്ഷമായി അനുഭവിക്കേണ്ടി വരും എന്ന്. ഭക്ഷണത്തിന് മായം ചേർക്കരുത് എന്ന നിയമത്തിന് പഴുത് കാണാൻ പരിശ്രമിക്കുന്ന ആൾക്ക് കൈക്കൂലി വാങ്ങി കൂട്ടു നിൽക്കുന്ന ആളും ഈ ഭക്ഷണത്തിന് മായം ചേർത്ത ഭക്ഷണം തന്നെയാണ് വാങ്ങി കഴിക്കുന്നത് എന്ന ഒരു ബോധം അയാൾക്ക് ഉണ്ടായി വന്നിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇപ്പോൾ അയാൾ ആലോചിക്കുകയാണ്, ഇനി എന്താ ചെയ്യുക ഇത് നേരെയാക്കാൻ ദൈവം തമ്പുരാനെ. അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്നത് വേറെ ഒരു ലോകത്തെക്കുറിച്ച് അറിയാനൊരു പദ്ധതിയുണ്ട്, ഒരു സമ്പ്രദായമുണ്ട് എന്ന്. എവിടെയാണ് ഈ അദ്വൈതം കടന്നു വരുന്നത്? ഈ ഒരു ആവശ്യം വരും എന്ന് എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് തോന്നിയിരുന്നു. കാരണം എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ആദ്യം പഠിച്ചത് ദർശനമാണ്, പിന്നെയാണ് സയൻസ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും ഒരു പരസ്പര പൂരകത്വം അനിവാര്യമാണെന്നും അത്യാവശ്യമാണെന്നും അന്നേ എനിക്ക് തോന്നിയിരുന്നു. അന്ന് തൊട്ട് എൻ്റെ എഴുത്തും വായനയും മുഴുക്കയും, അത് ശാസ്ത്രം എഴുതിയാലും വേണ്ടില്ല, ഇനിയിപ്പോൾ നോവൽ എഴുതിയാലും വേണ്ടില്ല, എന്തെഴുതിയാലും വേണ്ടില്ല, അതിന് ലക്ഷ്യം ഈ ഒരു എന്തായിരുന്നു? വിവാഹം ആയിരുന്നു. ഞാനൊരു വിവാഹത്തെല്ലാമാണ്. ഞാൻ ഈ സയൻസിനെയും ഈ ദർശനത്തെയും പരസ്പരം വിവാഹം കഴിപ്പിച്ച് സ്വസ്ഥമായ ഒരു ഗൃഹസ്ഥാശ്രമം ഭൂമിയിൽ ഉണ്ടായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാധിക്കും എന്ന പൂർണ്ണമായ വിശ്വാസവും എനിക്കുണ്ട്. കാരണം സാധിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും ശേഷിക്കില്ല എന്നുള്ളത് കൊണ്ട് സാധിക്കാതെ പറ്റില്ല എന്നർത്ഥം.
അതുകൊണ്ട് നമുക്കിവിടെ ആ വിവാഹ പൊരുത്തം കുറിച്ച് ആലോചിക്കാം. നല്ല കാര്യമല്ലേ? കന്യാദാനം പവിത്രമാണോ എന്ന് പണ്ടുള്ളവർ പറയും. 2 കള്ളം പറഞ്ഞിട്ടും അത് സാധിച്ചാൽ നല്ലതാണ് എന്നും അവർ തന്നെ പറയാറുണ്ട്. കുഴപ്പമില്ല. അത്യാവശ്യം 2 കള്ളം പറഞ്ഞാലും ഒരു കന്യകയെ വിവാഹം കഴിച്ച് കൊടുക്കാൻ പറ്റിയാൽ അത് സുഹൃതമാണോ എന്നാണ് കാരണന്മാർ പറയുക. അപ്പോൾ ഈ ശാസ്ത്രത്തെയും സയൻസിനെയും ഒന്ന് വിവാഹം കഴിപ്പിച്ച് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ. അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ ശാസ്ത്രത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്, അവർ മറ്റൊന്നിൻ്റെ തുല്യത പോലും അംഗീകരിക്കില്ല. മേൽക്കോയ്മ പോട്ടെ. ഇപ്പോൾ സമയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഈ ദർശനത്തിൻ്റെ ഡിക്റ്റേഷനായിട്ടാണ് വരുന്നത്. അഹമാതിരിഹി ദേഹാനാം മഹർഷീനാം ച സർവശ എന്ന പ്രസ്താവമാണ്. അവിടുന്നാണ് ഞാൻ ആരോടാണ് ആദ്യം അറിവിനെ കുറിച്ച് സംസാരിച്ചത് എന്ന് പറയുന്നത്. ആ ബോധ്യം പോലും നമുക്ക് സാധാരണഗതിയിലില്ല. നമ്മൾ എന്ത് പറയുന്നു? ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, അങ്ങനെ 5 കാര്യങ്ങളുണ്ട് എനിക്കറിയാൻ കഴിയുന്നത്. പിന്നെ എന്തുണ്ട്? ഞാൻ ചിന്തിക്കുന്നു, അതിന് എൻ്റെ മനസ്സുണ്ട്. പിന്നെ ഞാൻ അറിയുന്നു, ആലോചിക്കുന്നു, അതിനെൻ്റെ ബുദ്ധിയുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിനൊക്കെ പ്രേരണ തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ഒരു മറുപടിയില്ല. പ്രേരണ തരുന്നത് ആരാണ് എന്നറിയാൻ വയ്യ. എന്നാലോ മരിച്ചാൽ നമ്മൾ എന്താ പറയുക? ജീവൻ പോയി എന്ന് പറയും, അല്ലേ? ജീവൻ പോയി എന്നല്ലേ പറയാ? ജീവൻ എവിടേക്ക് പോയി? ജീവൻ എവിടെ ഇരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഈ ശരീരത്തിലുണ്ട് എന്ന് തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതെന്താണ്, എവിടെയാണെന്ന് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് അറിയാനൊരു മാർഗമുണ്ട് എന്ന ബോധവും നമ്മുടെ ആളുകൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഒരു ശരി. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രത്യേകമായ കാര്യത്തെ, ജീവനെയാണ് ആധാരമാക്കേണ്ടത് എന്നാണ് നമ്മുടെ ശാസ്ത്രം. അതിനെക്കുറിച്ച് അറിയാനാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ എന്ന് സൂത്രം തുടങ്ങുന്നത്. ഇനി നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ച് ആലോചിക്കാം. ഇതിന് ആദ്യത്തെ ഒരു സൂത്രമാണ്. എന്താ ഇനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതുവരെ എന്തായിരുന്നു, ഇപ്പം എങ്ങനെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? ആ ഒരു കാര്യത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് ആ അഥ എന്ന് പറയുന്ന പ്രയോഗം. അതുപോലെ ഇപ്പോൾ ലോകം, ശാസ്ത്രം, ഇതൊക്കെ കൂടി, സയൻസൊക്കെ കൂടി ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് നിക്കക്കള്ളി ഇല്ലാണ്ടായിട്ടുണ്ട്, നമുക്കൊരു നിവൃത്തി ഇല്ലാണ്ടായിട്ടുണ്ട്, നാളെ നമ്മൾ പുലരില്ല എന്ന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അഥ തോ ബ്രഹ്മജിജ്ഞാസ നമുക്ക് ആലോചിക്കാം. ഇനി നമുക്ക് ആലോചിക്കാം എന്തിനെക്കുറിച്ച്? ബ്രഹ്മത്തെക്കുറിച്ച്, അതായത് ജീവനെക്കുറിച്ച്. ശരീരത്തെയല്ല, ജീവനെക്കുറിച്ച്, ആത്മാവിനെക്കുറിച്ച് ആലോചിക്കാം. ഇതിന് എന്തൊക്കെ കഴിവുണ്ട്, എങ്ങനെ ഉപയോഗിക്കാം എന്ന കാര്യത്തെക്കുറിച്ച് കൂടി നമുക്ക് ആലോചിക്കാം. അങ്ങനെ വരുമ്പോൾ ഭൗതികമായ നമ്മുടെ ആർത്തികൾ നമുക്ക് പരിമിതിപ്പെടുത്തേണ്ടി വരും. കാരണം ഈ തേരിൻ്റെ കുതിരകളെ ശരിയായി കെട്ടാതിരുന്നാൽ ഇത് നേർവഴിക്ക് നടക്കില്ല. ആത്മാനം രതിനം വിധി. ഇതിൽ കുതിര എവിടെയാണ്, കുതിരയുടെ ചക്രം എവിടെയാണ്, വണ്ടി എവിടെയാണ് എന്നറിയാതെ, മനസ്സ് എവിടെയാണ്, ഇന്ദ്രിയം എവിടെയാണ് എന്നൊന്നും അറിയാതെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈ കുതിരയെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ കഴിയില്ല. നമുക്ക് കൃത്യമായ വിവരം തരുന്നുണ്ടല്ലോ ഗീത. ഇന്ദ്രിയാണി പരാണ്യാഹു, ഇന്ദ്രിയങ്ങൾ ശ്രേഷ്ഠങ്ങളാണ്, സംശയമൊന്നും വേണ്ട. നമ്മുടെ കണ്ണിൻ്റെ കഴിവ് അപാരമാണ്, മൂക്കിൻ്റെ കഴിവ് അതിലേറെയാണ്, ചെവിയുടെയും കയ്യിലെ സ്പർശനത്തിൻ്റെയും രുചിയുടെയും ഒക്കെ കഴിവ് വളരെ 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 വിലപ്പെട്ടതാണ്. നമുക്ക് യാന്ത്രികമായി ഉണ്ടാക്കാൻ കഴിയാത്തതാണ്. ഇപ്പോഴും നമുക്ക് മനുഷ്യൻ്റെ കണ്ണിൻ്റെ കഴിവുള്ള ഒരു ക്യാമറ ഇപ്പോഴും ഉണ്ടാക്കാൻ കഴിയിട്ടില്ല. മനുഷ്യൻ്റെ ശ്രവണശക്തി, സെലക്റ്റീവായിട്ടുള്ള ഹിയറിംഗ് കാപ്പബിലിറ്റി ഉള്ള ഒരു ശ്രവണേന്ദ്രിയം ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു വസ്തുവിൻ്റെ രുചി അറിയാൻ ഇപ്പോൾ നമുക്കുള്ള സൗകര്യത്തിൽ ഒരു ഇന്ദ്രിയം ഉണ്ടാക്കാൻ സയൻസിന് കഴിഞ്ഞിട്ടില്ല. തൊട്ടാൽ അറിയാവുന്ന ഒരു അന്ധന് തൻ്റെ ഒരു ആളെ അല്ലെങ്കിൽ തനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തെ, ഒരു പ്രത്യേക സ്ഥിതിയിൽ ഒരു സാധനത്തെ തൊട്ടാൽ അറിയാൻ കഴിയുന്ന തരത്തിലുള്ള
സ്പർശനശേഷിയും നമുക്കിതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ദ്രിയങ്ങൾ വളരെ ശ്രേഷ്ഠങ്ങളാണ്. അവയെ കാത്തോളണം, പാലിച്ചോളണം, ശുശ്രൂഷിച്ചോളണം, ശരിയായി ഉപയോഗിച്ചോളണം. പക്ഷേ ഇന്ദ്രിയേഭ്യ പരം മനഃ, ഇന്ദ്രിയങ്ങളാൽ ശ്രേഷ്ഠമാണ് എന്ത്? മനസ്സ്. കാരണം ഈ ഇന്ദ്രിയങ്ങളുടെ ഇൻപുട്ട് മുഴുവൻ പോകുന്നത് മനസ്സിലേക്കാണ്. മനസ്സാണ് പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ പ്രോസസ്സ് ചെയ്തിട്ടുള്ളതിനാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? നിഗമനങ്ങളിലെത്താൻ കഴിയുന്നത്, തിരിച്ചറിവുണ്ടാകുന്നത്, നിലനിൽപ്പ് ഉറപ്പായി കിട്ടുന്നത്. പക്ഷേ അതുകൊണ്ടുമായില്ല മനസ്സസ്തു പരാബുദ്ധി. അങ്ങനെ മനസ്സിലുണ്ടായി കിട്ടുന്ന തോന്നലുകളെ ശരിയാണോ തെറ്റാണോ എന്ന് ആത്യന്തികമായി തീരുമാനിക്കാനുള്ള ഒരു ഉപകരണം കൂടി നമുക്കുണ്ട്. അതാണ് ബുദ്ധി. പക്ഷെ ഈ ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയൊക്കെ ഏതിലിരിക്കുന്നു? ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? യോ ബുദ്ധിർ പരതസ്തു സാ, ഈ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായി എന്താണോ പ്രപഞ്ചത്തിലുള്ളത് അതാണ് അത്. അതാണ് അത്. ഈ അത് എന്ന് പറയുന്നതിന് മുകളിലാണ് വിതർക്കങ്ങൾ മുഴുവനും. കുറേ കാലത്തേക്ക് ദാർശനികന്മാർക്ക് അതെന്താണ് എന്ന് പറയാൻ കഴിയുന്നില്ല. നമുക്കറിയാലോ, അവര് പറഞ്ഞു തന്നിരുന്നത് അത് ഇതല്ല, ഇതല്ല, ഇതുമല്ല, അതല്ല, ഇതല്ല എന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. എന്താണെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളണം എന്നല്ലാണ്ട് എന്താണെന്ന് ആരും പറയുമായിരുന്നില്ല. അപ്പോഴാണ് നമുക്ക് മഹാവാക്യങ്ങൾ ഉണ്ടായി കിട്ടിയത്. 4 മഹാവാക്യങ്ങളും അതാണ് എന്ന് പറയുന്ന വാക്യങ്ങളാണ്. തത്വമസി, അത് നീയാകുന്നു. ഒന്നാമത്തെ മഹാവാക്യം. അത് ശ്വേതകേതവും അത് നീയാകുന്നു. വേറെ എവിടെയും തിരയല്ല, അത് നീ തന്നെയാണ്, നിന്നിൽ തന്നെയാണ് അതുള്ളത് എന്ന് പറയുന്നത് ഗുരുവിൻ്റെ ഒരു നിർദ്ദേശക വാക്യമാണ്. ശിഷ്യനോട് ഗുരു പറയുന്ന, അഥവാ എന്നിലുള്ള ഞാൻ തന്നെയായ ഗുരു, ഞാൻ തന്നെയായ ശിഷ്യനോട് പറയുന്ന നിർദ്ദേശക വാക്യമാണ് തത്വമസി എന്നുള്ളത്. അത് വാങ്ങിക്കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് മതി ചുണ്ടാണ്ടിരിക്കണം. അത് എന്ത് ചുക്കാണോ ചുണ്ണാമ്പാണോ നോക്കാൻ നിൽക്കാണ്ട് പോക്കറ്റിലിട്ട് വഴിയെ പോകണം. എന്താ വേണ്ടത്? അല്ല, അങ്ങനെയല്ല. ഞാനത് റിയലൈസ് ചെയ്യണം. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു. അത് നീയാകുന്നു എന്ന് ഗുരു പറഞ്ഞു. ശരിയാണ്, അത് ഞാനാകുന്നു എന്ന് അനുഭവ ബോധ്യം ഉണ്ടാകുന്നിടത്താണ് ഈ അഹം ബ്രഹ്മാസ്മി വരുന്നത്. ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലോകത്ത് ആർക്കും മനസ്സിലാകാത്ത തരത്തിലുള്ള ഏടാകൂടങ്ങളൊന്നുമല്ല. ഇതൊക്കെ വളരെ വളരെ സിമ്പിളായ ലഘുവായ വാക്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് എന്നുള്ളതാണ് നേരെ. ഒരുപാട് ആളുകൾ പറഞ്ഞ് ആർക്കും ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ വയ്യാത്ത അവസ്ഥയിൽ ഇതിനെയൊക്കെ ഇങ്ങനെ ആകെ ഏടാകൂടമാക്കി വെച്ച് നമ്മളെ അമ്പരപ്പിച്ച് അതിൻ്റെ പേരിൽ ഒതുങ്ങെടുത്ത് നമ്മളെ മണ്ടന്മാരാക്കി കൊണ്ടിരിക്കുക. അത് വേറൊരു കാര്യം വളരെ സിമ്പിളാണ്. അത് നീയാകുന്നു ശ്വേതകേതോ. ശ്വേതകേതു പോയി നടന്ന വഴി നടന്ന് ആലോചിച്ച് ശരിയാണല്ലോ, അത് ഞാൻ തന്നെയാണല്ലോ. കാരണം എൻ്റെ ജീവൻ, എൻ്റെ ആത്മാവ് എന്നൊക്കെ പറയുന്നത്, എൻ്റെ ഇന്ദ്രിയം, മനസ്സ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മാവുണ്ട്, അത് ഞാൻ തന്നെയാണ്, അത് പ്രപഞ്ചത്തിലുള്ളതൊക്കെ തന്നെ ഞാനാണ് എന്ന ബോധ്യം ശ്വേതകേതുവിന് വരുമ്പോൾ അയാൾ എന്ത് പറയുന്നു? അഹം ബ്രഹ്മാസ്മി എന്ന് അയാളോട് തന്നെ പറയുന്നു. അയാളവിടെ നിർത്തുന്നില്ല. അങ്ങനെ ഞാൻ ബ്രഹ്മമാണെങ്കിൽ ഞാൻ എൻ്റെ ദേഹത്തിലുള്ള ഈ കാണുന്നതൊക്കെ, നഖവും മുടിയും ഒക്കെ അടക്കം, മുഖമൊക്കെ അടക്കം എല്ലാം ബ്രഹ്മമാണോ എന്ന് ചോദിച്ചാൽ എന്താ മറുപടി? ബ്രഹ്മത്തെ പ്രത്യക്ഷമായി കണ്ടറിയാനുള്ള മാർഗം എന്താണ്? എവിടെയാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ നോക്കേണ്ടത്? അപ്പോഴാണ് അയാൾക്ക് മറ്റൊരു വെളിപാട് ഉണ്ടായിരിക്കുന്നത്. അയം ആത്മാ ബ്രഹ്മ, എൻ്റെ ആത്മാവാണ് ബ്രഹ്മം, അതായത് എൻ്റെ ജീവനാണ്. ബാക്കിയെല്ലാം എന്തിലാണോ ഇരിക്കുന്നത് എൻ്റെ ശരീരത്തിൽ, അതാണ് അത്. അതുകൊണ്ട് എൻ്റെ ആത്മാവാണ്, ആത്മാവാണ്. എന്നാൽ ഈ ആത്മാവിനെ എവിടെ കാണാം? എങ്ങനെ കണ്ടുകിട്ടാം? എങ്ങനെ പിന്തുടരാം? എവിടെ പോയി നോക്കാം? ആരോട് ചോദിക്കാം? ചോദിച്ചാൽ എളുപ്പമായിട്ടൊരു വഴിയില്ല ആത്മാവിനെ അറിയാൻ. എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് തന്നെയാണ് അത്. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ്? അത് സ്വാധ്യായം കൊണ്ട് പറയുന്നുണ്ട്. അതായത്
ഞാൻ അത് തന്നെയാണ് എന്ന എൻ്റെ ബോധം തന്നെയാണ് അത്. മനസ്സിലായി? കുറച്ചൊരു വിഷമമുണ്ട്, ഒത്തിരി ഒരു വിഷമമുണ്ട്. ഞാൻ അത് തന്നെയാണ് എന്ന എൻ്റെ തിരിച്ചറിവ് തന്നെയാണ് അത്. അയം ആത്മാ പ്രജ്ഞാനം. ഈ 4 കാര്യങ്ങളെ ആകെ ഉള്ളൂ വാസ്തവത്തിൽ. ഈ 4 കാര്യങ്ങളെ വെച്ചിട്ട് ഈ ഭൂമിയിലുള്ള എല്ലാം മനസ്സിലാക്കാം, എല്ലാ ചരിത്രവും പഠിക്കാം, ഭൂമിശാസ്ത്രവും പഠിക്കാം. ഈ ഭൂമിയിലുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഭൗതിക പുരോഗതിക്കുള്ള മാർഗങ്ങളെയും വളരെ ഭംഗിയായി നമുക്ക് ഉപയോഗിച്ച് സുഖമായി ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ഈ പറയുന്ന മതവാത്സല്യങ്ങളാണ്. എനിക്ക് മതി, എനിക്ക് മാത്രം മതി എന്ന അവസ്ഥയിലുള്ള മനുഷ്യൻ്റെ ഇന്ദ്രിയ അടിസ്ഥാനത്തിലുള്ള ബോധ്യം അത് മാറിക്കിട്ടാതെ പറ്റില്ല. എന്ന് മാത്രമല്ല, ഞാൻ ആരുടെയും മേലെയല്ല എന്ന് കരുതാത്ത ഒരാൾക്ക് എപ്പോഴും ആരുടെയെങ്കിലും താഴെയായിരിക്കേണ്ടി വരും. സംശയമൊന്നും വേണ്ട. ഞാൻ ആരുടെയും മേലെയല്ല എന്ന് കരുതാൻ എനിക്ക് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുടെയും താഴെയായിരിക്കേണ്ട കാര്യമല്ല. കാരണം ഈ ഭൂമിയിൽ ആരും ആരുടെയും താഴെയല്ല. ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ സന്തോഷത്തിനും സൗകര്യത്തിനും വേണ്ടി ഞാൻ വേറെ ഇൻഷുറൻസ് എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ഭൂമിയിൽ ആകെയുള്ള സമുദ്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് വെള്ളം കൊണ്ടൊരു കൂമ്പാരം കൂട്ടി അതിനെ കൊണ്ടൊരു കൊട്ടാരം പണിത് ജീവിക്കാൻ പറ്റുമോ? വാട്ടർ ഫൈൻഡ്സ് ഇറ്റ്സ് ലെവൽ. അത് ഉടനെ ഒപ്പുമായി പോകും. അതുകൊണ്ട് ഒരിക്കലും സാധ്യമല്ല. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ ഏറ്റി നടത്തിയിരിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ ഇത് നേരെ ചുവയെ കൊണ്ടു നടക്കാനുള്ള ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതാണ് മഹർഷി പറഞ്ഞത്. എന്ത്? ഒന്നിനെയും ഉപദ്രവിക്കരുത്. ഒരിക്കലും ഒന്നിനെയും ഉപദ്രവിക്കരുത്. കാരണം ഈ ഭൂമിയിലുള്ള എല്ലാവരും എല്ലാവരുടെയും കൂടിയാണ്. അതുകൊണ്ട് എല്ലാം പങ്കുവെച്ച് മാത്രം അനുഭവിക്കുക. ഒന്നും അവനവൻ്റേത് മാത്രമാക്കിക്കൊണ്ട് ഗുഹയിലേക്ക് വലിച്ചു വാരിക്കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്യാതിരുന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ സർവമാന മനുഷ്യർക്കും മൃഗങ്ങൾക്കും ജീവജാലങ്ങൾക്കും സുഖമായി ജീവിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നേരെ. നമ്മളത് ആലോചിക്കാനേ ഇല്ല. അത് സംസ്കരിക്കാനുള്ള ഭൗതികമായ ജ്ഞാനവും ഇപ്പോൾ നമുക്കുണ്ട്. അത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ജ്ഞാനവും നമുക്കിന്നുണ്ട്. ഈ ഒരു അടിസ്ഥാനപരമായ ഒരു ദർശനം കയ്യിൽ കിട്ടിയാൽ അത് ഉപയോഗിക്കാനുള്ള ബുദ്ധിയും നമുക്കുണ്ട്, ഉപകരണങ്ങളുണ്ട്, വാർത്താവിനിമയങ്ങളുണ്ട്, എല്ലാം. ആകെ വേണ്ടത് ആ തീരുമാനത്തിലേക്ക് അങ്ങോട്ട് കാലെടുത്ത് മാറ്റി വയ്ക്കാനുള്ള ഒരു തീരുമാനം മാത്രമാണ്, വേറെ വേണ്ട. അങ്ങനെ ചെയ്താൽ ഈ ഭൂമിയിൽ പിന്നെ ആയുധങ്ങളില്ല, സൈന്യങ്ങളില്ല, അതിർത്തികളില്ല, പട്ടാളങ്ങളില്ല, പാർട്ടികളില്ല, ഭേദങ്ങളില്ല, ഒന്നുമില്ല. ഇത് സാധിക്കാവുന്ന ഒരേ ഒരു ജീവി ഇപ്പോൾ പ്രപഞ്ചത്തിൽ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള മനുഷ്യരാണ്. നമ്മളാണ്. നമ്മളെന്ന് പറയുമ്പോൾ നമ്മൾക്കകത്തൊക്കെയുള്ള നമ്മുടെ ആന്തരികമായ ശക്തി. ഈ ശക്തിയെ ഉദ്ദീപിപ്പിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രാഥമികമായിട്ട് വേണ്ടത് നമ്മുടെ ബുദ്ധിയെ നമ്മൾ കീഴടക്കുകയും ആ ബുദ്ധിയെ മനസ്സിനെ കീഴടക്കാൻ പ്രേരിപ്പിക്കുകയും ആ മനസ്സിനെ ഇന്ദ്രിയങ്ങളെ പരിധിയിൽ നിർത്താനുള്ള ഉപാധിയാക്കി മാറ്റുകയും ചെയ്യുക. മറിച്ച് ആവരുത് അതിൻ്റെ ഓടണം. ഇന്ദ്രിയങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കുക. അതിപ്പോൾ എനിക്ക് വേണം, എന്താ വേണ്ടത്, ഞാനില്ല, ഒരു മാർഗമില്ല. ഇന്ദ്രിയങ്ങളെ മനസ്സ് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ അത്യാപത്ത് വരുന്നത്. എനിക്ക് അല്പം സന്തോഷം വേണം, എന്താ വേണ്ടത്, മയക്കുമരുന്ന് കഴിക്കുക. കാരണം മനസ്സ് പറയുന്നു മനസ്സ് മരുന്ന് കഴിക്കുക. ഇന്ദ്രിയങ്ങളെ അത് ആവശ്യപ്പെടുന്നു, നമ്മൾ മയക്കുമരുന്ന് കഴിക്കാൻ പോകും. പക്ഷെ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ബുദ്ധി അങ്ങനെയല്ല വേണ്ടത് എന്ന് തീരുമാനിക്കാനും നടപ്പിലാക്കാനും കഴിവുള്ളതാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. അങ്ങനെ ഇന്ദ്രിയങ്ങൾ മനസ്സിന് വിധേയമായിരിക്കുക, മനസ്സ് ബുദ്ധിക്ക് വിധേയമായിരിക്കുക, മനസ്സ് അതിൻ്റെ മുകളിലുള്ള ആ യജമാനന് വിധേയമായിരിക്കുക. അപ്പോൾ പ്രപഞ്ചത്തിൽ ആത്യന്തികമായി സമാധാനം സ്ഥാപിക്കാൻ ഒരു പ്രയാസമില്ല.
നമുക്ക് പിന്നെ ഈ ചേരിചേരിയിൽ യുദ്ധം ചെയ്യുന്ന കക്ഷികളോ മതങ്ങളോ ജാതികളോ ഗ്രൂപ്പുകളോ വഴക്കുകളോ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ വേറൊരു തമാശയുള്ളത്, എത്ര ശക്തിയുള്ളതാണ് ഈ അകത്തിരിക്കുന്ന വിശേഷ സിദ്ധി എന്ന കാര്യത്തെക്കുറിച്ച് കണക്കൊന്നുമില്ല. ആത്മാവിൻ്റെ ശേഷി എന്താണ് എന്നതിന് ദാർശനികന്മാർ പറയുന്ന കണക്കൊന്നും നമ്മുടെ കണക്കിൽപ്പെട്ട കണക്കില്ല. ഒരാളിൽ തന്നെ ഉള്ളതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാതും എന്ന അവസ്ഥ വരെയാണ് അത് പോകുന്നത്. അപ്പം അങ്ങനെ ആ കണക്ക് കൂടുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് ഒന്നും ഇല്ല എന്നർത്ഥം. എല്ലാം ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ഒന്നും ചെയ്യാതെ പരമ മണ്ടന്മാരായി നമ്മുടെ എല്ലാ ശേഷിയും നശിപ്പിച്ച് ഈ ഭൂമിയിൽ ഏഴകളായി കഴിവുകെട്ട് ഇഴഞ്ഞ് ജന്മം അവസാനിപ്പിക്കുന്നു. ദുഃഖകരമായ ഈ കാര്യത്തിന് ഒരു അറുതി വരണമെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, ഈ സയൻസ് എന്ന് പറയുന്ന സാധനം ദർശനം എന്ന് പറയുന്നതിനെ വിവാഹം കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതി എന്ന കാര്യം, അകത്തിരിക്കുന്ന പുരുഷൻ എന്ന കാര്യത്തിൻ്റെ വിധേയത്വം സ്വീകരിക്കണം. അത്രയും കൊണ്ട് എല്ലാം പുരുഷനാണ്, എല്ലാം പ്രകൃതിയുമാണ് എന്നാണ് പറയുന്നത്. പ്രകൃതിയാണ് എല്ലാം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമേത്യ വിധീയത. ക്ഷേത്രം എന്ന വാക്കിന്, അമ്പലം മണിയടിക്കുന്ന സ്ഥലം, വളർത്തത്തിക്കുന്ന സ്ഥലം എന്നല്ല അർത്ഥം. ക്ഷേത്രം എന്ന വാക്കിന് ഈ പ്രപഞ്ചത്തിലുള്ള എന്തൊക്കെ ഉണ്ടോ, കല്ല് മണ്ണ് തൊട്ട് മനുഷ്യൻ ജന്തു എല്ലാം വരെ ഓരോന്നും ഓരോ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രജ്ഞനെയും ഈ ക്ഷേത്രത്തേക്ക് അറിയുന്ന ആകെ ഒരാളേ ഉള്ളൂ, അത് ഞാനാണ് അർജുന എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ശ്രീകൃഷ്ണൻ എന്ന വ്യക്തിയാണെന്ന് കരുതരുത്. അഹം മാതൃഹീരേഖാന എന്ന് പറയുന്ന ആ സത്തയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ എല്ലാ കാര്യങ്ങൾക്കും നിയന്ത്രണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷെ ആ നിയന്ത്രണം ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം? ആ നിയന്ത്രണം ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളുടെ മനസ്സിൻ്റെയും മനസ്സ് ബുദ്ധിയുടെയും ബുദ്ധി ആത്മാവിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത ആൾക്ക് ഈ ആത്മീയമായ അപാരശേഷി ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് പ്രപഞ്ചത്തിലുള്ള ഏറ്റവും വലിയ നീതി. ആറ്റം ബോംബോ ഹൈഡ്രജൻ ബോംബോ ഉപയോഗിക്കുന്ന പോലെ ആരെ കൊണ്ടെങ്കിലും കുറേ കാശ് കൊടുത്ത് ജോലി ചെയ്യിപ്പിച്ച് അതുണ്ടാക്കി ആരുടെയെങ്കിലുമൊക്കെ മണ്ടയിൽ കൊണ്ട് ഇട്ട് കളയാന്ന് വിചാരിച്ചാൽ നടക്കില്ല. ആത്മീയ ശേഷി ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ ആ ആളുടെ പരിധിയിൽ നിൽക്കണം അയാളുടെ ബുദ്ധി, ആ ബുദ്ധിയുടെ പരിധിയിലായിരിക്കണം അയാളുടെ മനസ്സ്, ആ മനസ്സിൻ്റെ പരിധിയിലായിരിക്കണം അയാളുടെ ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ടാണ് കവി പാടിയത്, ആരുണ്ട് ഇത്രയും വലിയ സാർവഭൗമൻ, ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ. വരാരുമില്ല ഇടപെട്ട് ഭാഗ്യവാൻ. ഒരു കുബേരനും ഇല്ല, ഒരു ട്രംപും ഇല്ല, ഒരു കൊമ്പും ഇല്ല, ഒരു കുടച്ചക്രമില്ല. ഏറ്റവും വലിയ ഭാഗ്യവാൻ ഇയാളാണ്. ചിത്തമാം വലിയ വൈരി കീഴമർന്ന് അത്തൽ തീർന്ന യമി തന്നെ ഭാഗ്യവാൻ. ആ ചിത്തമാം വലിയ കീഴമരാൻ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ സയൻസാണ്. കാരണം മനുഷ്യൻ്റെ പ്രാപഞ്ചികമായ ദുഃഖങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് വലിയ അളവ് വരെ പ്രതിവിധി കണ്ടെത്താൻ സയൻസിന് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വളരെയേറെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്ക് ഇന്ദ്രിയത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ഒക്കെ കാര്യം ആലോചിക്കാൻ പറ്റുമോ? തണുത്ത് വിറയ്ക്കുന്ന ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഭൂമിയിലെ ഏത് ഭാഗത്തുള്ള ഏതൊരാൾക്കും അത്യാവശ്യം വളരെ ഭീകരങ്ങളായ ജീവിത പരിസരങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടിയിട്ട് സാമാന്യ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സയൻസ് സഹായിച്ചിരിക്കുകയാണ്. ഇത്തിരി വലിയ അനുഗ്രഹം ലോകത്ത് എവിടെ എങ്ങും ഇതുവരെ ഉണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല ഭൂമിയിൽ. ഇപ്പോൾ അതിനുള്ള സമയമാണ്, നമുക്ക് സമയം കൈവന്നിരിക്കുകയാണ്. നമുക്കുള്ള ഈ അറിവും ഈ കഴിവും ഉപയോഗിച്ച് മനുഷ്യർക്കൊക്കെ സാമാന്യമായ ജീവിത പരിസ്ഥിതി, സങ്കടങ്ങൾ, ദുരിതങ്ങൾ അവസാനിപ്പിച്ച് അവരെ മനസ്സിനെയും ബുദ്ധിയെയും ആത്മാവിനെയും കുറിച്ച്, സത്തയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ സുഖമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാണ്ട് സയൻസ് പഠിച്ചവൻ
ദർശനം പഠിച്ചവരെ ചീത്ത പറയുക, ദർശനം പഠിച്ചവൻ സയൻസ് പഠിച്ചവരെ പരിഹസിക്കുക, രഹസ്യമായിട്ട് പരിഹസിക്കുക, പരസ്യമായിട്ട് ബഹുമാനിക്കുക, അങ്ങനെയൊക്കെയാണ് പരിപാടി. അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നമുക്കൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് ഈ മഹാവിവാഹകർമ്മം നടത്താനുള്ള ഒരു മഹായജ്ഞം ആരംഭിക്കാം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഞാൻ എൻ്റെ എളിയ എഴുത്തുകൊണ്ട് ഇത്രയും കാലമായി നിർദ്ദേശിച്ചു പോകുന്ന കാര്യം മുഴുക്ക് ഇതാണ് എന്ന് നിങ്ങളെ അറിയിച്ചാൽ അതെങ്കിലും ഒരു അവയർനെസ്സായി ബാക്കിയാവും എന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിന് ഈ മഹാവിദ്യാലയത്തോടും ഇതായിരിക്കുന്ന ഇദ്ദേഹം എന്ന മഹാഗുരുനാഥനോടും ഗുരുനാഥന്മാരായ നാഥന്മാരായ നിങ്ങളോടെല്ലാവരോടും നാളെ വളരാൻ പോകുന്ന അധ്യാപികമാരോ ഗുരുനാഥന്മാരോ ഒക്കെയായ വിദ്യാർത്ഥിനികളോടും എനിക്ക് അപേക്ഷിക്കാനുള്ളത് നല്ല കാര്യം ഇതാണ്. എനിക്ക് ചെയ്തു തന്ന ഈ ഒരു വലിയ സഹായത്തിന് നന്ദി രേഖപ്പെടുത്തി നിങ്ങൾക്കൊക്കെ വിജയമുണ്ടാകട്ടെ, ഭൂമിക്ക് സുഖമുണ്ടാകട്ടെ, ലോകാ സമസ്ത എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.